BJPയിലുള്ളൊരു കോക്കസ്. ഒരു കോക്കസിൻ്റെ കീഴിലാണ് BJPയുടെ കേരളത്തിലെ പ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ ഈ പേര് വരുമ്പോൾ ഈ വി മുരളീധരൻ പെടുമോ? ഏത് പേര് വരുമ്പോൾ? ഈ കോക്കസ് എന്ന് പറയുന്ന എന്താ സംശയം? യാതൊരു സംശയമില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ എനിക്ക് നേരിട്ട് അനുഭവങ്ങളാണ്. അവിടെ കാര്യമായ വിജയം വരരുത് എന്ന് ചിലവർക്ക് ലക്ഷ്യമുണ്ടായി. സുരേഷ് ഗോപിക്ക് ഉണ്ടായുള്ള നേട്ടങ്ങൾ അദ്ദേഹത്തിന് അത് ഗുണം ചെയ്യും. അതുകൊണ്ട് ആവർത്തിക്കരുത്. അതുകൊണ്ട് അദ്ദേഹം അവിടെ BJP തോൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ BJP നേതാക്കൾ പ്രവർത്തിച്ചു. യാതൊരു സംശയമില്ല. അത് വ്യക്തമായിട്ട് എനിക്കറിയും. താങ്കളിപ്പം തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി വരുന്നു, ഇതിൻ്റെ ഇടയിൽ ഒരു കൺവെൻഷനൊക്കെ നടത്തി, സ്നേഹവിരുന്നൊക്കെ നടത്തി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായി. അതെ അതെ. അതിൻ്റെ നിജസ്ഥിതി എന്താണ്? ഇന്ത്യയിൽ എല്ലാ മേഖലകളിലും BJP ഭരണത്തിലേറിയിട്ടും പല സ്ഥലങ്ങളിലും വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടും കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് BJP വളരാത്തത്? ഇതിനെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുന്നതിനായി നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ശ്രീശൻ അടിയാട്ടാണ്. അദ്ദേഹം തൃശ്ശൂർ BJP പ്രസിഡൻ്റായിരുന്നു 2 തവണ. കൂടാതെ 2009 ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ പ്രചാരക ചെയർമാനായിരുന്നു അദ്ദേഹമാണ് നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ എത്തിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. അതായത് കേരളത്തിൽ മാത്രമാണ് BJP എവിടെയും എത്താതെ മൂലക്കിരിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളുമുള്ള ഒരു സ്റ്റേറ്റ്, എന്നാൽ എവിടെയും എത്തുന്നില്ല. പല സ്റ്റേറ്റുകളും ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു, പല സ്റ്റേറ്റിലും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി മാറിയിരിക്കുന്നു. CPMൻ്റെ ശക്തി കേന്ദ്രമായ ത്രിപുരയിൽ ഭരണം ഒറ്റയിൽ പിടിച്ചു, ബംഗാളിൽ പ്രതിപക്ഷമായി മാറി. എന്നാൽ CPM എന്നുള്ള പ്രസ്ഥാനമേ അവിടെ ഇല്ല. അങ്ങനെയുള്ള സ്ഥലത്ത് കേരളത്തിൽ എന്തുകൊണ്ടാണ് BJP ക്ലച്ച് പിടിക്കാത്തത്? ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ഒരു മാനസികാവസ്ഥയല്ല കേരളത്തിലെ ജനങ്ങൾക്ക്. ഇവിടെ എപ്പോഴും ഒരു മതേതരത്വ കാഴ്ചപ്പാടും ഒരു സമാധാന കാഴ്ചപ്പാടും ഒക്കെയുള്ള, ഒന്നിനോടും അമിത വികാരം കാണിക്കുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന ജനതയല്ല. എല്ലാറ്റിനെയും സമചിത്തത്തോടുകൂടി കാണുന്ന, എല്ലാറ്റിനെയും നല്ല പ്രതീക്ഷകൾ കൂടി കാണുന്നൊരു ജനവിഭാഗമാണ് കേരളത്തിൽ. ഒന്നത്. രണ്ടാമത്, ഒരു പ്രസ്ഥാനത്തിന് അനുകൂല അന്തരീക്ഷം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിനെ എൻകാഷ് ചെയ്യുന്ന, അതിനെ മുതലെടുക്കാവുന്ന നേതൃത്വം കൂടിയും വേണം. ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ജനങ്ങളെ ആകർഷിക്കുവാനും ജനങ്ങളെ തൻ്റെ വാക്ചാതുരിയിൽ ഉത്തേജിപ്പിക്കുവാനും ഒരു പ്രസ്ഥാനത്തെ വളർത്തുവാനുമുള്ള സംഘടനാ പാഠവും കരിസ്മയും ഉള്ള നേതൃത്വത്തിൻ്റെ അപാകത കേരളത്തിൽ ധാരാളമുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള നേതൃത്വം കേരളത്തിൽ ഇല്ലേ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ അത്തരത്തിലുള്ള നേതൃത്വത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അവരെല്ലാം പാർശ്വവൽക്കരിച്ച് ഗ്രൂപ്പുകൾക്ക് അടിസ്ഥാനത്തിൽ ചുമതലകൾ വീതം വയ്ക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ എന്നില്ലാതാവുന്നോ BJPയിൽ, അന്ന് ഈ പ്രസ്ഥാനം അതിശക്തമായിട്ട് ജനകീയമായിട്ട് മുന്നേറും. ജനങ്ങൾക്ക് ഇഷ്ടമില്ലാണ്ടല്ല, ജനങ്ങൾക്ക് മോഡി ഭരണത്തെയും ഒക്കെ താല്പര്യമുണ്ട്. പക്ഷെ അതിനൊത്ത് ഇവിടുത്തെ ചുമതല വഹിക്കുന്ന വ്യക്തികൾ ഉയരുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നില്ല. അത്തരത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. അറിയിപ്പിക്കാൻ ഇവിടെ ചുമതല വഹിക്കുന്നവർ, അവർക്ക് അതിനൊന്നും നേരമില്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ സുരക്ഷിതമാക്കുവാനേ നേരമുള്ളൂ. താങ്കൾ 2 തവണ തൃശ്ശൂർ ജില്ലാ BJPയുടെ പ്രസിഡൻ്റായിരുന്നു. BJPയെ തൃശ്ശൂരിൽ കെട്ടിപ്പടുക്കാൻ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് താങ്കളെ അടക്കം പിടിച്ച് പുറത്താക്കുന്നതാണ്. എന്താണ് താങ്കൾ പിടിച്ച് പുറത്താക്കിയത്? ആരാണ് അതിൻ്റെ പിന്നിൽ? പുറത്താക്കാൻ അവർ പറഞ്ഞ കാര്യം സാമ്പത്തികമായിട്ടുള്ള കൃത്യവിലോപങ്ങളെക്കുറിച്ചാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കാരണം അതിപ്പോൾ ഒരു വ്യക്തിയെ പുറത്താക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക, സാമ്പത്തികം, സ്ത്രീ, ഇത്തരം സ്ഥിരം ആരോപണങ്ങളുണ്ടല്ലോ. അത് കേൾക്കുന്നവർക്കറിയാം, പറയുന്നവർക്കറിയാം അതെല്ലാം വ്യാജാണെന്ന്. പക്ഷേ അന്ന് വി മുരളീധരൻ സംസ്ഥാന പ്രസിഡൻ്റായി വന്ന ഉടനെ അദ്ദേഹം ചെയ്തത് എന്നെ പുറത്താക്കുക എന്നുള്ളതാണ്. സാധാരണ പുറത്താക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളൊന്നും പാലിച്ചില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, 16 കൊല്ലം മുൻപുള്ളൊരു കാര്യമാണ്, അതിൽ പ്രസക്തിയില്ല. പക്ഷേ 16 കൊല്ലവും എന്താ പറയുക, ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ തെറ്റ് തിരുത്തിക്കൊണ്ട് എന്നെ തിരിച്ച് പ്രവേശിപ്പിക്കും എന്ന് ഞാൻ ധരിച്ച് കാത്തിരുന്നു.
ആ കാത്തിരുന്നത് ഈ അവസാനം ചന്ദ്രശേഖർ പ്രസിഡൻ്റായി വന്ന് അദ്ദേഹം മറ്റു ചിലർ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിന് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. താങ്കളുമായി ഒരു കൂടിക്കാഴ്ച ഒക്കെ നടത്തിയതാണല്ലോ ചന്ദ്രശേഖർ? അതെ, അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഞാൻ സംസ്ഥാന ഓഫീസിൽ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെ പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു, കൂടെ ടീമിലുണ്ടാവണമെന്ന് പറഞ്ഞു. ടീമിൽ വരെ ഉൾപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായി മുന്നോട്ട് പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. എടാ, ആരാണ് താങ്കൾ അങ്ങനെ വരുന്നതിൽ തടസ്സപ്പെടുത്തുന്നത്? പൊതുവെ പറയുന്നത് RSSൻ്റെ ഭാഗത്തു നിന്നാണ് തടസ്സം എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ RSSൻ്റെ ചുമതലയുള്ള തൃശ്ശൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള RSSൻ്റെ ചുമതലയുള്ള ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന ശ്രീ വിനോദ് എന്ന് പറയുന്ന വിനോദ്ജി ഞങ്ങൾ വിളിക്കും. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യാതൊരു എതിരഭിപ്രായമില്ല. അദ്ദേഹത്തിനെന്നല്ല, RSSൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ശക്തമായിട്ട് ഇനിയും എന്നെ എതിർക്കണം എന്ന് ആഗ്രഹിക്കുന്നവരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞ് ഒരു സ്വയം സേവകൻ എന്ന് പറയുമ്പോൾ RSSൽ പ്രവർത്തിക്കുന്നവരെ സ്വയം സേവകർ എന്നാണ് വിളിക്കുക. ഈ സ്വയം സേവകൻ എന്ന് പറയുന്നത് അതൊരു ഭാവമാണ്, ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ് സ്വയം സേവകത്വം. ആ അവസ്ഥ ഈ പാലിൽ കലക്കിയ പഞ്ചസാര പോലെയാണ്, അത് പോവില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങളിപ്പോഴും ഒരു സ്വയം സേവകനാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ RSSൻ്റെ ശാഖയിൽ വരാം. സംഘം എതിർത്തിട്ടില്ല. BJP ആണ് നിങ്ങളെ എതിർക്കുന്നത്. അത് അവർ ഒരു കാരണം പറയണം, RSSനെ കൂട്ടിയിണക്കി പറയണം, അല്ലെങ്കിൽ RSSനെ മുൻനിർത്തി നിങ്ങളെ എടുക്കാതിരിക്കാനുള്ള തന്ത്രം പ്രയോഗിക്കുകയാണ്. ഞങ്ങൾക്കതിൽ ബന്ധമില്ല എന്നുകൊണ്ട് അദ്ദേഹം ഈ രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖരൻ, ഞാൻ അറിയാൻ സാധിച്ചത് ഞങ്ങൾക്ക് RSSന് വിരോധമില്ല, നിങ്ങൾ BJPയുടെ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കൂ എന്നാണ്. പിന്നെ ആര് എന്നുള്ളതാണ് ചോദ്യം. താങ്കൾ ഉന്നയിക്കാൻ പറഞ്ഞ ചോദ്യം പിന്നെ ആര് എന്നാണ്. ആ ചോദ്യം ചോദ്യം. അപ്പോൾ BJPയിലുള്ളൊരു ഒരു കോക്കസിൻ്റെ കീഴിലാണ് BJPയുടെ കേരളത്തിലെ പ്രവർത്തനം നടക്കുന്നത്. അത് ഒരു കഴിവുള്ള ഒരാളെയും വളർത്താൻ അവരനുവദിക്കില്ല. പാവം ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ പിന്നിലും അങ്ങനെ ഒരു കോക്കസ് അറിഞ്ഞോ അറിയാതെയോ, അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ വന്ന് പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിനും BJPക്കും ഗുണം ചെയ്യില്ല എന്ന് അറിഞ്ഞാൽ നല്ലത്. താങ്കൾക്ക് അടിത്തട്ട് വരെ BJPയുടെ അടിത്തട്ട് വരെ അറിയുന്നതാണ്. താങ്കളെ തന്നെ പിടിച്ച് പുറത്താക്കിയത് 2009 വി മുരളീധരനാണ്. അന്ന് അദ്ദേഹമായിരുന്നു സംസ്ഥാന പ്രസിഡന്റ്. അതെ. അപ്പം അദ്ദേഹം എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ടാണല്ലോ താങ്കളെ പിടിച്ച് പുറത്താക്കാൻ കാരണം തൃശ്ശൂരിൽ ഏറ്റവും ശക്തമായിട്ട് BJP വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിൻ്റെ അമരത്തുണ്ടായിരുന്നു താങ്കളെ പിടിച്ച് പുറത്താക്കിയത്. ഇപ്പോൾ ഈ പേര് വരുമ്പോൾ ഈ വി മുരളീധരൻ പെടുമോ? ഏത് പേര് വരുമ്പോൾ? ഈ കോക്കസ് എന്ന് പറയുന്ന. എന്താ സംശയം? യാതൊരു സംശയമില്ല. അദ്ദേഹം അല്ലെങ്കിൽ എന്നെ അറിയാത്ത വ്യക്തിയല്ലല്ലോ. അദ്ദേഹം എന്നോട് ചോദിക്കണ്ടേ, നിങ്ങളെക്കുറിച്ച് ഇന്നത് കേൾക്കുന്നു, അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കണ്ടേ? ചോദിച്ചില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്ന് RSSൻ്റെ ചില വ്യക്തികൾക്ക് കണ്ണിലെ കരടായിരുന്നു ഞാൻ. എന്തുകൊണ്ട് വെച്ചാൽ PP അന്ന് CK പത്മനാഭനാണ് സംസ്ഥാന അധ്യക്ഷനായിട്ട് അതിന് മുമ്പുണ്ടായിരുന്നത്. PP മുകുന്ദനായിരുന്നു സംഘടനാ സെക്രട്ടറി. അപ്പോൾ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന അധ്യക്ഷനെയും സംസ്ഥാന സംഘടനാ സെക്രട്ടറിയും അനുസരിക്കേണ്ടത് ഒരു പ്രവർത്തകൻ്റെ ബാധ്യതയാണ്. ഞാൻ അതേ ചെയ്തുള്ളൂ, അല്ലാണ്ട് ഗ്രൂപ്പ് കളിക്കുകയല്ല ചെയ്ത്. പക്ഷെ അവരുടെ ഗ്രൂപ്പിൻ്റെ കണ്ണിൽ PP മുകുന്ദനും CK പത്മനാഭനും പിന്തുണ നോക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിനൊരു കാരണം കണ്ടെത്തി, അത്രയേ ഉള്ളൂ. ആ കാരണമൊന്നും സത്യസന്ധമാണ് എന്ന് ഒരു കുട്ടി പോലും ചിന്തിക്കുന്നില്ല. എനിക്ക് സാമ്പത്തിക അഴിമതിയാണെന്ന് വെച്ചാൽ ചെറിയൊരു എമൗണ്ടിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. അന്ന് ഞാൻ ഏറ്റവും വലിയൊരു സിനിമ എടുത്ത ആളാണ്. അപ്പം പിന്നെ ചെറിയ ഈ എമൗണ്ട് ഒരു സാമ്പത്തിക അഴിമതിക്ക്. അതേതാണ് സിനിമ? വന്ദേമാതരം എന്ന് പറയുന്ന മമ്മൂട്ടീനെയും അർജുനെയും വെച്ച് വലിയൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഞാനും എൻ്റെ പാർട്ണർ ഹെൻറിയും കൂടിയിട്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു 5 ലക്ഷം രൂപയുടെ അഴിമതി എനിക്ക് എന്തെങ്കിലും ആവശ്യമില്ല. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കൊടുക്കാന്ന് പറഞ്ഞാൽ കോടികൾ വാങ്ങി എന്നൊക്കെ പറയുന്ന ഒരു ആരോപണമുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ഞാനും അത് കേട്ടു. ഞാൻ വ്യക്തിപരമായിട്ട് മമ്മൂട്ടിയായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ഇത് ചോദിച്ചില്ല. എന്താ കാരണം വെച്ചാൽ BJPയിൽ ഏത് നേതാവാണ് ആക്ച്വലി? അത് ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നായിരിക്കില്ലല്ലോ. അവിടെയും ഒരു കോക്കസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടെന്ന് കറക്റ്റായിട്ട് മമ്മൂട്ടിയായിട്ട് സംസാരിക്കുക നമുക്ക് അതിനെക്കുറിച്ച് തെളിവുകളില്ല. പക്ഷെ അങ്ങനെ ഒരു റൂമർ അന്തരീക്ഷത്തിലുണ്ട്.
ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്, അതിനെ മറക്കാൻ പറ്റില്ല. പക്ഷെ അത് എത്രത്തോളം ഉണ്ട് എന്താണ് എന്നുള്ളത് മമ്മൂക്കയായിട്ട് സംസാരിച്ചാൽ മാത്രമേ സത്യമാണോ എന്നറിയുള്ളൂ. അതിന് സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പം അദ്ദേഹത്തിന് അപ്പോഴേക്കും അസുഖം വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖ വിവരങ്ങൾ ചോദിക്കണ കൂട്ടത്തിൽ നമുക്കിത് ചോദിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് സാധിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ന്യൂസ് ഞാനും താങ്കൾ കേട്ട പോലെ ഞാനും കേട്ടു. താങ്കളിപ്പം തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി വരുന്നു, ഇതിനിടയിൽ ഒരു കൺവെൻഷനൊക്കെ നടത്തി, സ്നേഹവിരുന്നൊക്കെ നടത്തി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതെ അതെ. അതിൻ്റെ നിജസ്ഥിതി എന്താണ്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജീവ് ചന്ദ്രശേഖർ എന്നെ എടുക്കാൻ നിന്നപ്പോൾ പലരും കളിച്ച് അത് മുടക്കി എന്ന് പറയല്ലോ. അപ്പം പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല. 16 കൊല്ലമായിട്ട് യാതൊരു തെറ്റും ചെയ്യാതെ ഒരു സംഘടന, ഒരു ഗ്രൂപ്പിൻ്റെ പേരും പറഞ്ഞിട്ട് എന്നെ മാത്രമല്ല, താങ്കൾക്കറിയോ കേരളത്തിൽ ധാരാളം പേരെ, ആയിരക്കണക്കിന് പ്രവർത്തകരെ ഒതുക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം നിസ്സഹായരായിട്ട് നിൽക്കുകയാണ്. ഒരു പറ്റം ആൾക്കാർ ഇതിൻ്റെ എല്ലാം അനുഭവിക്കുകയാണ്. ഈ പ്രസ്ഥാനം ഒന്നുമല്ലാതിരുന്ന കാലത്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോരയും നീരും ഒഴുക്കിയ ആൾക്കാർ ഇന്നൊന്നുമല്ല. ഇന്ന് കയറി വന്ന, ഇന്നലെ വരെ ബി ജെ പിയെ തെറി പറയുകയും ബി ജെ പിയുടെ പ്രവർത്തകരെ വെട്ടുകയും കൊല്ലുകയും ചെയ്ത ആൾക്കാർ, ഇന്നലെ വരെ ബി ജെ പിയെ ദ്രോഹിച്ചവർ ഇന്ന് കയറി വരുന്നു, അവരെ മാലിട്ട് സ്വീകരിക്കുന്നു, അവരെ സ്ഥാനാർത്ഥിയാക്കുന്നു, അവരെ ഉന്നതങ്ങളിൽ എത്തിക്കുന്നു, അവരെ പല ബോർഡുകളിൽ ചെയർമാനാക്കുന്നു. ആലോചിച്ച് നോക്കൂ. ഇന്നലെ വരെ ബി ജെ പി പ്രവർത്തകരെ തല്ലിച്ചതച്ച ആൾക്കാരാണ്. അപ്പോൾ ഒരു എത്തിക്സ് വേണ്ട ഇതിനെന്തെങ്കിലും. പുതിയ ആൾക്കാർ വരുമ്പോൾ എടുത്തോട്ടെ, പക്ഷേ ഇതിനൊരു എത്തിക്സ് വേണം, ഒരു കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടിനെതിരെയാണ് ബി ജെ പിയിൽ ചിലവരുടെ, ബി ജെ പിയുടെ എന്ന് പറയാൻ പറ്റില്ല, മോഡിയുടെ ഭരണവും മോഡിയുടെ പ്രഭാവവും മോഡിയുടെ കാര്യങ്ങളും താങ്കൾ നേരത്തെ ചോദിച്ചല്ലോ, മറ്റുള്ള സ്റ്റേറ്റിലെല്ലാം ഗുണം കിട്ടുന്ന കിട്ടാത്തതെന്ന്. എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന്? അതിൻ്റെ ഏക കാരണം ഇതാണ്. ഇവിടെ മോഡിയുടെ ഭരണത്തിൻ്റെ കീഴിലുള്ള ആനുകൂല്യങ്ങൾ പറ്റുന്ന ഒരു പറ്റം, എല്ലാവരും ഇല്ല, ഒരു പറ്റം നേതാക്കന്മാർ, അവർക്ക് ജനങ്ങളോടും ഇല്ല, പ്രവർത്തകരോടും ഇല്ല, മോഡിയോടും ഇല്ല, ആരോടും ഇല്ല താല്പര്യം. അവർക്ക് അവരെ സ്വന്തം കാര്യം. അതുകൊണ്ടാണ് ഇവിടെ വളരാത്തത്. കേരളത്തിലെ ഏറ്റവും അധികം ഇഷ്യൂ ഉണ്ടായ ഒരു സംഭവമാണ് കൊടകര കുഴൽപ്പണ വിവാദം. അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ സുരേന്ദ്രനാണെന്നുള്ള വലിയ പ്രചരണമുണ്ടായി. ഇത് മൊത്തം എത്രമാത്രം ശരിയാണ്? ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടറിയേ? താങ്കൾക്ക് അറിയാം, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതടുത്ത് തന്നെ അതിൽ ബന്ധപ്പെട്ട വ്യക്തി വലിയൊരു ബോംബ് പൊട്ടിക്കും. അതായത് കേരളം മനസ്സിലാക്കാത്തൊരു വിഷയം അടുത്ത് തന്നെ പറയും. കാരണം ഒരിക്കലും അതൊന്നും അനുവദിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ സ്നേഹവിരുന്നിൽ സംസാരിച്ചതിനെ കുറിച്ചാണ് താങ്കൾ ചോദിച്ചു വരുന്നത്, എനിക്ക് മനസ്സിലായി. അതെ, ഞാൻ അതിൽ കുഴൽപ്പണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതെ, ഞാൻ പറയുന്നത് സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ എന്തോട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഓപ്പണായിട്ട് ഇലക്ഷന് പറയുന്ന പൈസ മാത്രമൊന്നുമല്ല, കൂടുതൽ ചിലവാക്കും. അതെല്ലാം ഡൊണേഷനായിട്ട് ഇങ്ങനെ കിട്ടും. ആ കിട്ടുന്ന പൈസയാണ്, അല്ലാണ്ട് അനധികൃത വേറെ പൈസ ഇല്ലല്ലോ. ഇതിങ്ങനെ വൈറ്റ് അല്ലാണ്ട് കൊണ്ടുപോകാനുള്ള ഇതിനെ കുഴൽപ്പണം എന്ന് പറയുന്നത് ഇതെല്ലാവരും ചെയ്യുന്നതാണ്, അതിലും തെറ്റില്ല. പക്ഷേ ആ പണത്തെ സംരക്ഷിക്കാൻ പറ്റാതെ ആ പണം സ്വന്തം പാർട്ടിക്കാർ തന്നെ പ്ലാൻ ചെയ്ത് എടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട പ്രവർത്തകരോ താഴെത്തട്ട പ്രവർത്തകരോ അല്ല, ഗുണ്ടകളെ വെച്ച് മോളിൽ തന്നെ നേതാക്കന്മാർ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് പോകുന്ന റൂട്ട് കൃത്യമായി മനസ്സിലാക്കി തട്ടിയെടുത്തു എന്നുള്ളതല്ല. അതന്നെയാണ് അതിന്റെ ഫാക്ട്. കേരളത്തിലെ ബി ജെ പിയുടെ സമുന്നത സ്ഥാനത്തിരുന്ന ആളുകൾക്കും അതിന് കൃത്യമായി പങ്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു വിഷയം അറിഞ്ഞു. അതിൽ ബന്ധപ്പെട്ട ചില വ്യക്തികൾ അത് വെളിപ്പെടുത്താൻ പോവുകയാണ്. അത് ഇലക്ഷൻ ആകുമ്പോൾ അവർ വെളിപ്പെടുത്തുമെന്ന് പറയണം. പക്ഷെ നമുക്ക് അതിനോട് യോജിപ്പില്ല. കാരണം ഒരു പ്രസ്ഥാനത്തെ ഇലക്ഷൻ സമയത്ത് നാറ്റിക്കുമ്പോൾ അപ്പോൾ താങ്കൾ ചോദിക്കും, താങ്കളിപ്പോൾ മത്സരിക്കുന്നതോ എന്ന് ചോദിക്കും. മത്സരിക്കുന്നത് എനിക്ക് വേറെ മാർഗ്ഗമില്ല. ഞാൻ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോകണം, കോൺഗ്രസിലേക്ക് പോകണം എന്നല്ലല്ലോ, ബി ജെ പിയിൽ തിരിച്ച് പ്രവർത്തിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. കഴിഞ്ഞ തവണ താങ്കൾ മാർക്സിസ്റ്റ് ലോകസഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തിരുന്നു. 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം കിട്ടിയിരുന്നു. പക്ഷെ പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആ വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഇല്ലാതെയായി. തൃശ്ശൂർ കോർപ്പറേഷൻ അടക്കം UDF കൊണ്ടുപോയി. ഇത് എങ്ങനെ സംഭവിക്കും? അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് ഞാൻ പാർട്ടിയിലില്ലെങ്കിലും മോറലായിട്ടുള്ള സപ്പോർട്ടും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് ഞാൻ പങ്കെടുക്കുകയും ചെയ്തു. പൊതുവേ നമുക്കറിയാവുന്ന മേഖലയിലൊക്കെ ഞാനും എൻ്റെ പ്രവർത്തകർ എല്ലാവരും മാറി നിൽക്കുന്നവരൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായി പ്രവർത്തിച്ചു. മാത്രമല്ല അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള നിലയ്ക്കും ആ സംഘടനാപരമായിട്ട് പ്ലാനിങ്ങിൽ
RSSൻ്റെതായ ഭാഗത്തു നിന്ന് നല്ല പ്ലാനിങ്ങിൽ പ്രവർത്തിച്ചു. അതിൻ്റെ ഗുണമായിട്ട് അദ്ദേഹം ജയിച്ചു. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, സംഘടനയുടെയും അദ്ദേഹത്തിൻ്റെയും പൂരകമായിട്ടുള്ള ശക്തി കൊണ്ട് ജയിച്ചു. പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അന്ന് പ്രവർത്തിച്ചു, മത്സരിച്ചു, ജയിച്ചു എന്ന് കഴിഞ്ഞാൽ പിന്നീട് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ നിലനിൽക്കുന്ന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി ആരും ഒന്നും ചെയ്തില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് നേരിട്ട അനുഭവങ്ങളാണ്. അവിടെ കാര്യമായ വിജയം വരരുത് എന്ന് ചിലവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. സുരേഷ് ഗോപിക്ക് ഉണ്ടായുള്ള നേട്ടങ്ങൾ അദ്ദേഹത്തിന് അത് ഗുണം ചെയ്യും, അതുകൊണ്ട് ആവർത്തിക്കരുത്. അതുകൊണ്ട് അദ്ദേഹം അവിടെ BJP തോൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ BJP നേതാക്കൾ പ്രവർത്തിച്ചു. യാതൊരു സംശയമില്ല, അത് വ്യക്തമായിട്ട് എനിക്കറിയും. സുരേഷ് ഗോപിക്കുണ്ടായ ഗുണം വീണ്ടും ഉണ്ടാവരുത്. സുരേഷ് ഗോപി ഇവിടെ പ്രവർത്തിച്ച് ഉള്ള ഗുണം കളയുകയാണ് ചെയ്തതെന്ന് കാണിക്കാനും മാത്രമല്ല, അങ്ങനെ ചെയ്യിച്ചാൽ ഇപ്പോഴത്തെ ജില്ലാ നേതൃത്വത്തിന് അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളത് കൊണ്ടും അവിടെ ഒരു വിജയം വരരുതെന്ന് വെച്ചിട്ട് ജയിക്കുന്ന ഏകദേശം എൻ്റെ അറിവിൽ ഒരു 10ഓളം വാർഡുകളിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ മാറ്റി ഒരു ചുക്കിനും ചൂണ്ടാമ്പിനും കൊള്ളാത്ത ജയിക്കാത്ത ആൾക്കാരെ നിർത്തി തോൽപ്പിച്ചു. അല്ലെങ്കിൽ BJPക്ക് തൃശ്ശൂർ കോർപ്പറേഷനിൽ അസൂയാവഹമായ വിജയം നേടാമായിരുന്നു. 36 ഡിവിഷൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ലോകസഭയിൽ. കറക്റ്റ്. ഇപ്പം വന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോർപ്പറേഷൻ 8ആയി. അതും ഒന്ന് ടോസിലാണ് കിട്ടിയത്. മാത്രമല്ല 7 നിയമസഭാ മണ്ഡലത്തിൽ 6ലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഈ 6 സ്ഥലത്തും BJP 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ. മനസ്സിലാക്കേണ്ടത്, തൃശ്ശൂർ അസംബ്ലിയിൽ മാത്രം ലോകസഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് 14,000 വോട്ടിൻ്റെ ലീഡാണ്. അതെ, അവിടെ ഈ തവണ കിട്ടിയത് 28,000 വോട്ടാ. മൊത്തം തൃശ്ശൂർ അസംബ്ലിയിൽ BJP കിട്ടി 28,000 വോട്ടാ. അപ്പോൾ 28,000-ഉം 53,000 നമ്മൾ ഡിഫറൻറ്റ് നോക്കൂ. ഗുരുവായൂർ ഒഴികെ ബാക്കി 6 അസംബ്ലിയും ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇത്രയും ദയനീയമായി പരാജയപ്പെടാൻ കാരണം സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്ന ഒരു മികവ് ഇനി അദ്ദേഹത്തിന് ഉണ്ടാവരുത്, അദ്ദേഹം ഒന്നുമല്ല എന്ന് കാണിക്കാൻ വേണ്ടി അതുമുണ്ട്. പിന്നെ അതിന് ശേഷം പ്രവർത്തിച്ചവരുടെ പ്രവർത്തനത്തിൻ്റെ അപാകതയും ഉണ്ട്. ചാർജ് എടുത്ത് പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് പ്രവർത്തനത്തിൻ്റെ അപാകത സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചാലൊക്കെ ഭയങ്കര അപാകത. ഈ സുരേഷ് ഗോപി വിജയിക്കുന്നതിൽ താങ്കളുടെ പങ്ക് എത്ര നിർണായകമായിരുന്നു? അല്ല, എല്ലാവരും ചെയ്ത പോലെ തന്നെ നമ്മളും പ്രവർത്തിച്ചു. അത് വിട്ടിട്ട് നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഓപ്പണായി പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ടായിരുന്നില്ല. അതിനുള്ള സന്ദർഭം നമ്മൾ പുറത്താക്കപ്പെട്ട ആളല്ലേ. രഹസ്യമായിട്ട് നമ്മൾ കുറേ ചെയ്തു. എന്നിട്ടും താങ്കളെ BJPയിലേക്ക് എടുക്കാൻ അവർ തയ്യാറായില്ല. ഇല്ല, അസഹിഷ്ണുത. അതന്നെയല്ലേ ഇപ്പോഴത്തെ പ്രശ്നം, അസഹിഷ്ണുത. താങ്കൾ പരിചയപ്പെട്ട ഒരു നേതാവാണ്, ഏറ്റവും അടുത്തറിയുന്ന നേതാവാണ്, താങ്കൾ ഉപദ്രവിച്ചുള്ള നേതാവാണ് V. മുരളി. എന്താണ് V. മുരളീധരൻ? അദ്ദേഹത്തിന് വാസ്തവം പറഞ്ഞാൽ എന്നോട് യാതൊരു ശത്രുതയില്ല, അതിന് ശത്രുത വെക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കതിന് യാതൊരു ഉത്തരവില്ല. പിന്നെ ഈ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിലൊരു ന്യൂനപക്ഷം അവരുടേതായ സാഹചര്യങ്ങൾ, അവരുടേതായ എന്താ പറയുക ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നത് നമ്മളെപ്പോലുള്ള വ്യക്തികൾ കയറി വന്നാൽ. പണ്ട് PP മൂന്നനുള്ളപ്പോൾ വ്യക്തമായി നമ്മളൊക്കെ ഉള്ളപ്പോൾ വ്യക്തമായിട്ട് മാസം മാസം കണക്ക് വായിക്കണം, കമ്മിറ്റി വിളിച്ച് കണക്ക് വായിക്കണം, കണക്ക് അവതരിപ്പിക്കണം, കണക്ക് പാസ്സാക്കണം. ഇപ്പം അങ്ങനെ യാതൊരു സംഭവങ്ങളും ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ആളെടുത്ത മുഴുവൻ വിളിച്ചപ്പാടാണ് പാർട്ടിയിൽ, ആരും ചോദിക്കാനുമില്ല. അപ്പോൾ ആർക്കും എന്തും ആവാം. ഈ അവസ്ഥയിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലെ സ്ഥിതി എന്തായിരിക്കും? തൃശ്ശൂർ ജില്ലയിൽ യാതൊന്നും സംഭവിക്കില്ല, ഒരു സീറ്റും കിട്ടാൻ പോകില്ല. ഇപ്പോഴത്തെ ഇവരുടെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഇതിലും ഇവരുടെ പ്രവർത്തനത്തിലും താഴെത്തട്ടിൽ ബേസിക് സംഘടനാ പ്രവർത്തനം നടക്കുന്നില്ല. കേരളത്തിൽ ഏതെങ്കിലും സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് BJPക്ക്? കേരളത്തിൽ BJPക്ക് നല്ല അന്തരീക്ഷമുണ്ട്. വിചാരിച്ചാൽ ഈ പറയപ്പെടുന്ന പോലെ നല്ല സീറ്റുകൾ ലഭിക്കാം. പക്ഷേ അത് ഇവരെ പരസ്പരമുള്ള ഈ ഗ്രൂപ്പ് കളിയിൽ ഈ തവള കണ്ടി കിടക്കണ പോലെയാണ്. ഒരാൾ കയറിപ്പോയാൽ അടുത്ത ആൾ. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം, കൂടുതൽ ഉദാഹരണം എന്നോട് ചോദിക്കരുത്, ചെറിയൊരു ഉദാഹരണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൗഡ് പുള്ളറായിട്ട് വോട്ട് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. യെസ് അല്ലേ? അതിന് സംശയമില്ലല്ലോ. എല്ലാവരും അംഗീകരിക്കുന്നതല്ല, ആർക്കും ഇപ്പോൾ അതിൽ എതിരൊന്നും പറയാൻ പറ്റില്ല. ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന്, എനിക്കറിയാം ആ കുട്ടർ കുടുംബം, എനിക്ക് ഞാൻ തൃശ്ശൂർ ജില്ലക്കാരാണ്. ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വളരെ ദാരിദ്ര്യാവസ്ഥയിൽ വളർന്നു വന്നൊരു കുട്ടിയാണ്. ഞാൻ കുട്ടി വിളിക്കുന്നത് എൻ്റെ താഴെയുണ്ടോ, അതുകൊണ്ടാണ് കുട്ടി പറയുന്നത്. പിന്നെ ഞങ്ങളുടെ ശൈലി അതാണ്. താങ്കൾ പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ
പാർട്ടി ചുമതലയുള്ളപ്പോഴാണ് ബൈ ഇലക്ഷനിൽ ശോഭേനെ വടക്കാഞ്ചേരി നിർത്തിയത്. അന്ന് മുരളീധരനാണ് മത്സരിച്ചത്. നല്ല കെ മുരളീധരൻ അന്ന് നല്ല പ്രകടനം കാഴ്ചവെച്ചാണ് ഈ ശോഭ. 12,000 വോട്ടോളം പിടിച്ചു. 14,000 അടുത്ത വോട്ട് പിടിച്ചു. 12 14,000 വോട്ട്. 6,000 വോട്ടായിരുന്നു. വെറും 5,000 4,000 വോട്ട് കിട്ടിയിരുന്ന വടക്കാഞ്ചേരിയിൽ ആ കുട്ടി 14,000 വോട്ട് പിടിച്ചു. വോട്ട് ഞാൻ അതൊക്കെ പഴയ കഥ. ആ കുട്ടീനെ കൊണ്ട് പാലക്കാട് നിർത്തി. നല്ല പ്രകടനം കാഴ്ച, അവസാന നിമിഷം വരെ ജയിക്കുന്നുള്ള അന്തരീക്ഷം ഉണ്ടാക്കി. 40,000-ഓളം വോട്ടുണ്ടാക്കി. ഷാഫിയുടെ അപ്പുറത്തെ ഒരു അപ്രമാദിത്വംകാരൻ മാത്രം വന്ന കുട്ടി തോറ്റതാണ്. അതേപോലെ ആറ്റിങ്ങിൽ മത്സരിച്ചു. കഴിഞ്ഞ ലോകസഭയിൽ ആലപ്പുഴയിൽ അവർ ആറ്റിങ്ങിലാണ് മത്സരിക്കുന്നുണ്ട്. ആറ്റിങ്ങൽ മത്സരിച്ച് ജയിക്കുമായിരുന്നു. അവര് ഓരോ സ്ഥലത്തും പോകുന്നു, അവിടെ അടിത്തറ പാകുന്നു. ഞാൻ ചോദിക്കട്ടെ, ആറ്റിങ്ങിൽ മത്സരിച്ച് അവർ എത്ര വോട്ടിന്റെ ലീഡിലേക്കാ വന്ന്? ലീഡ് മീൻസ് വിജയത്തിന്റെ അടുത്ത് വോട്ട് കൂടി വർദ്ധിപ്പിച്ചു. വീണ്ടും അതേ ആറ്റിങ്ങിലെ അവരെ പ്രവർത്തിപ്പിച്ച് അവിടെ മത്സരിപ്പിച്ചെങ്കിൽ ആറ്റിങ്ങിൽ അവർ ജയിക്കുമായിരുന്നില്ലേ? അപ്പൊ അവർ നിൽക്കുക, വോട്ട് കയറ്റുക, ആനുകൂല്യം പറ്റാൻ വേറെ ആരെങ്കിലും വരിക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കഴിവുള്ള ഒരാളെയും നിങ്ങൾ എവിടേക്കും കയറ്റി വിടില്ല. ഇത് എല്ലാവരും കൂടി ചെയ്യുന്നതല്ല. BJP പ്രവർത്തകർക്ക് ഇതിൽ പങ്കുമില്ല. അവർക്ക് ആഗ്രഹമുണ്ട്, ജയിക്കുന്ന ആൾക്കാരെ നിർക്കണം, അവരൊക്കെ ജയിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കോക്കസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോക്കസ് അതിനെ അനുവദിക്കില്ല. ഇപ്പം അവരെ പാലക്കാട്ടേക്ക് വിടുന്നു എന്ന് കേൾക്കുന്നു, അറിയില്ല അവിടെ എന്തായിരിക്കും അന്തരീക്ഷം. അവർ ഈ കോക്കസ് അവിടെ എന്ത് കളിക്കും? ഞാൻ കേട്ടത് ഒരു സംസ്ഥാന നേതാവ് അവിടുത്തെ പ്രധാന ഒരു നേതാവിനോട് വിളിച്ച് പറഞ്ഞു അത്രേ, ശോഭയാണ് ജയിക്കരുത്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അത്രേ. അവർ ജയിച്ചാൽ പിന്നെ നമുക്ക് കൂടി ഇരിക്കാൻ പറ്റില്ല പറഞ്ഞു. ഇങ്ങനെയാണോ ഒരു പ്രസ്ഥാനം? എന്നെ ഇപ്പോൾ ഇതിൻ്റെ ഈ ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ ഓരോരുത്തരും തെറി വിളിച്ചിട്ട് കാര്യമില്ല, സത്യമായിട്ടുള്ള കാര്യം അത്. പാലക്കാട് അവർ വിജയിക്കില്ല എന്ന് താങ്കൾ അടിയുറച്ച് പറയാണ്. ഞാൻ അങ്ങനെ പറയില്ല, കാരണം എൻ്റെ മനസ്സിൽ അവർ വിജയിക്കണം എന്ന് ആഗ്രഹം. അവരോട് താങ്കൾക്ക് താല്പര്യമുണ്ട്. എനിക്ക് വിജയിക്കണം എന്ന് ആഗ്രഹം. എന്നെ അനുവദിക്കുകയെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. പാലക്കാട് ഞാൻ പഠിച്ചു വളർന്ന സ്ഥലമാണ്, എനിക്ക് എല്ലാ കുമൂലം അറിയും. പക്ഷേ എനിക്ക് അതിനുള്ള സാഹചര്യമില്ല, കാരണം ഞാൻ പാർട്ടി പുറത്തല്ലേ. അവർ ജയിക്കണം എന്ന് ആഗ്രഹം. പക്ഷേ അവിടുത്തെ എന്താ പറയുക, ചില മലവിഴിഞ്ഞുകൾ പോയിട്ടുള്ള ആൾക്കാർ, ഇവരെപ്പോഴുള്ള ആൾക്കാർ ജയിക്കുന്നത് ഇഷ്ടമല്ല എന്നല്ലേ ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരെ തോൽപ്പിക്കാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പ്ലാൻ ചെയ്താലും നടക്കില്ല. താഴെത്തട്ടിൽ പ്രവർത്തകർ എല്ലാം ഇവർ പറഞ്ഞ പോലെ കേൾക്കില്ലല്ലോ. പക്ഷേ അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ, ഒരു സ്പിരിറ്റോടുകൂടി ഒറ്റ കെട്ടായി പ്രവർത്തിച്ചാൽ അവരവിടെ ജയിക്കും. അതുണ്ടാവോ? അതിനുള്ള സാഹചര്യമുണ്ട്. സാഹചര്യമുണ്ട് പാലക്കാട്. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഒരു ടീം സ്പിരിറ്റോട് പാലക്കാട് പ്രത്യേക മറ്റുള്ള ജില്ലകളിൽ അന്തരീക്ഷമല്ല. കാലങ്ങളായിട്ട് അടിസ്ഥാനപരമായിട്ട് അവിടെ ഉറപ്പിച്ച് വളർന്നിട്ടുള്ള സംഘടനയാണ് ഈ RSS എന്ന് പറയുന്നത്. പെട്ടെന്നൊന്നും ഇളകില്ല. അവിടെ BJP കരുത്ത് വെച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ശോഭയുടെ ഇമേജും ശോഭയുടെ വാക്ചാതുരിയും സംഘടനയുടെ ഒത്തൊരുമയും ഉണ്ടെങ്കിൽ അവിടെ വിജയിക്കാം. വിജയിക്കുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജയിക്കരുതെന്ന് പലരും ആഗ്രഹിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ എന്നോട് ആ ചോദ്യം ചോദിക്കണ്ട. അല്ല, ആ ചോദ്യം ചോദിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു നേതാവ് താങ്കൾക്കും എനിക്ക് അറിയാൻ തോന്നുന്നു, താങ്കൾ പറയുന്ന നേതാവ് ആണെന്ന് തോന്നുന്നു. ആ നേതാവ് ഒരു വലിയ ക്രൈസിസിലാണ് ഇപ്പോഴെന്ന് കേൾക്കുന്നു. അദ്ദേഹം നേരത്തെ ഒരു മെഡിക്കൽ കോളേജ് വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണെന്ന് ഞാൻ കരുതുന്നു. മെഡിക്കൽ കോളേജ് വിവാദവുമായി ബന്ധപ്പെട്ട 4 പേരുണ്ടായിരുന്നു. അതിൽ ഞാൻ എനിക്ക് ഈ അടുത്ത കാലത്ത് ചെറുപ്പളശ്ശേരി കൃത്യമായി പറയുകയാണെങ്കിൽ മറ്റേ നസീർ അന്വേഷിച്ചത്, അതെ, അതിൽപ്പെട്ട ഒരു നേതാവാണെന്ന് ഞാൻ കരുതുന്നു. എന്ത് ഇങ്ങനെ പറഞ്ഞത് നമ്മളിപ്പോ ഇവിടെ അതിനെ കുറിച്ച് വേണ്ട, അത് പരാമർശിക്കണം. അത് വ്യക്തിഹത്യയാവും. അത് വേണ്ട. കാരണം എന്തായാലും ഒരു കാര്യം അതിൽ ഇത്രയും മനസ്സിലാക്കുക, നമ്മൾ വ്യക്തിഹത്യ ചെയ്യേണ്ട അവിടെ ഇരുന്നിട്ട്. അദ്ദേഹം പറയുന്നില്ല, പക്ഷെ നമ്മള് ഇതൊന്നും വ്യക്തിഹത്യ അല്ലല്ലോ, തോൽപ്പിക്കാൻ പറയുന്നതൊന്നും അല്ല. അതിപ്പോ ആരാ എന്താന്ന് അയാൾ നമ്മളോട് പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞു എന്ന് പറയുമ്പോ അതൊരു നല്ല പ്രവണതയല്ലല്ലോ. അവിടെ അദ്ദേഹത്തിന് അത്യാവശ്യം ബന്ധങ്ങളും ഉള്ള ആളാണ്. പറഞ്ഞ ആള് കേട്ട ആള് ബന്ധമുള്ള ആളാ, പറഞ്ഞ ആളും അവിടെ ബന്ധമുള്ള ആളാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് ഡിവേഴ്സിന്റെ വക്കിലാണെന്നും പറയപ്പെടുന്നുണ്ട്. അതെയോ? അപ്പൊ താങ്കൾക്ക് അറിയാം. ഞാൻ പറയില്ലേ, വ്യക്തിപരമായിട്ട് ഞാൻ വ്യക്തിപരമായിട്ടൊന്നും ചോദിച്ചില്ല. അതൊന്നും വേണ്ട. അദ്ദേഹത്തിന് വക്കീലിനോട് സഹിച്ചു 2 കോടി റുപ്യ. അല്ല, ഇതൊക്കെ ശരി. BJP ഇപ്പോൾ ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യാൻ പോകും. BJPക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതൊന്നും
എൻ്റെ വായിന്ന് വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കൾ ഇപ്പോൾ ഇലക്ഷനിൽ നിൽക്കുന്ന BJP സ്ഥാനാർത്ഥിയായിട്ടല്ല. അത് എൻ്റെ പ്രതിഷേധം ഞാൻ അപ്പോൾ ജനത്തെ അറിയിപ്പിക്കാനാണ്. അത് ഈ പാർട്ടി വളരണം എന്ന് ആഗ്രഹിക്കുന്ന താങ്കൾ ആ പാർട്ടിയെ നശിപ്പിക്കുന്ന വിധ്വംസക നേതാക്കന്മാർക്കെതിരെയാണല്ലോ താങ്കൾ പോരാട്ടം നടത്തുന്നത്. യാതൊരു സംശയവും പാർട്ടിക്കെതിരെയല്ല. പാർട്ടിക്കെതിരെ ആ നേതാക്കന്മാർ ആരാണ്, എന്താണെന്നും അവരുടെ സ്വഭാവം എന്താണെന്നും അവരെങ്ങനെയാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നതെന്ന് താങ്കൾക്ക് അറിയാലോ. അറിയാം. അപ്പൊ ഈ നേതാക്കന്മാരുടെ പറ്റിയുള്ള കേട്ടുകേൾവി മാത്രമല്ല, പലതിന്റെയും തെളിവുള്ള ഒരാൾ കൂടിയാണ് ഞാനും താങ്കളൊക്കെ. ഒരുമാതിരി എല്ലാവരെയും എല്ലാ ഡീറ്റെയിലും അറിയാം. അപ്പോ ഇതില് പ്രമുഖ ഈ സന്ദർഭത്തിൽ നമ്മളത് പറഞ്ഞാൽ അത് ഒരു പ്രസ്ഥാനത്തെയാണ് ബാധിക്കുക. അല്ല, പ്രസ്ഥാനം എപ്പോഴെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ അത് തുറന്നു അത് വഴിയെ പറയും. കഴിഞ്ഞ കുറെ കാലമായി BJP യോട് വളരാതിരുന്നതിന് കാരണം ഇതാണെന്ന് താങ്കൾ കൃത്യമായി പറഞ്ഞു. ഈ നേതാക്കന്മാരുടെ പിടിപ്പുകേടും അവർക്ക് സ്വന്തമായിട്ട് പൈസ താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ടല്ലോ, അതുണ്ടാവുമല്ലോ. അതിൽ ഒന്നാണ് പെൺവിഷയമുള്ള ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ അത് വീണ്ടും വീണ്ടും പറയുന്നു. ഇപ്പൊ ഈ സന്ദർഭത്തിൽ നമ്മളത് ഞാൻ ചോദിക്കാൻ കാരണം പറയണ്ട. ഈ അടുത്ത കാലത്ത് ഒരു നേതാവ് പിടിക്കപ്പെട്ടു എന്നുള്ള ഒരു രൂപത്തിലാണ് ആ സംഭവം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പേര് പറയുന്നില്ല, ഞാനും പറയുന്നില്ല. എനിക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയില്ല. കോയമ്പത്തൂർ വെച്ച് പിടിക്കപ്പെട്ടു, സത്യം അറിയില്ല. ഓക്കെ. അറിയാത്ത കാര്യം പിന്നെ അറിയണ പോലെ പറയാം. കെ സുരേന്ദ്രൻ താങ്കളെ അറിയാലോ. മാത്രമല്ല, നമ്മൾ ആരും മാന്യരല്ല. ഇത് പറയുമ്പോ താങ്കൾക്ക് അതിന്റെ ഡീറ്റെയിൽ മുഴുവൻ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇപ്പുറത്തും നമ്മളെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ഈ വിരൽ മുഴുവൻ കൂടി ചൂണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പുറത്തും അതേ കള്ളനായിട്ട് ചിത്രീകരിച്ചല്ലേ പുറത്താക്കിയത് അല്ല. അപ്പം താങ്കൾക്ക് കൃത്യമായിട്ട് ആ സത്യസന്ധമായുള്ള എന്തുകൊണ്ടാണ് പുറത്താക്കി? താങ്കൾ അങ്ങനെ പുറത്താക്കണമെങ്കിൽ അവരുടെ നേതാവിനെതിരെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ താങ്കളുടെ കൈവശമുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോഴും പലരുടെയും ഒന്നും മിണ്ടാത്ത കാരണം എന്തറിയോ? ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഈ സംഘടന രക്ഷപ്പെടണം, ഈ സംഘടന ഞാൻ ഉൾപ്പെടെ കയറി പ്രവർത്തിക്കണം, നന്നാവണം എന്ന ആഗ്രഹങ്ങളുകൊണ്ടാണ്. എന്നെ തല്ലരുതമാവാൻ ഞാൻ നന്നാവില്ല എന്നാണെങ്കിൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല. ഈ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ നമ്മൾ കരുതിയത് ഈ കേരളത്തിൽ BJP വളരാൻ പോകണു എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഒരു കോക്കസിന്റെ പിടിയിലാണ്, അദ്ദേഹം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം അത് കേൾക്കുന്നതല്ല, അതാണ് സത്യം. അദ്ദേഹം വന്നപ്പോൾ എനിക്ക് സെൻട്രൽ ടീമിൻ്റെ ആ തീരുമാനം വളരെയേറെ ഇഷ്ടപ്പെട്ട ആളെയാണ്. ഇവിടെ മറ്റു പലരും പ്രസിഡന്റ് ആവും എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവരൊക്കെ പ്രസിഡന്റ് ആവാൻ യോഗ്യത തന്നെയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ വെച്ചപ്പോൾ എന്നെപ്പോലുള്ള പ്രവർത്തകർ എന്താ ആഗ്രഹിച്ചറിയോ? ഒരു ഗ്രൂപ്പിലും ഇല്ലാതെ അതിനെല്ലാം അതീതനായ ഒരു വ്യക്തി വന്ന്, അതും ബിസിനസ് കാഴ്ചപ്പാടുള്ളൊരു ആൾ വന്നാൽ ഒരു കോർപ്പറേറ്റ് രീതിയിൽ ഈ പ്രസ്ഥാനത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊണ്ടുപോകുന്നത് നല്ലതാണെന്ന് തോന്നി. അങ്ങനെ സംഭവിക്കുമെന്ന് തോന്നി. പക്ഷെ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ ഗ്രൂപ്പുകളെല്ലാം അധികാരങ്ങൾ പങ്കിട്ടപ്പോൾ എന്തായി? ഒരു മാറ്റവും ഇല്ല. പ്രസിഡന്റ് മാറിയെന്നല്ല, കോക്കസ് മാറിയില്ല, അവരവിടെ നിൽക്കുന്നു, അവരധികാരങ്ങൾ പങ്കിടുന്നു, അവർ ഇദ്ദേഹത്തെ തെറ്റായ ഡയറക്ഷനിലേക്ക് നയിക്കുന്നു, തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നു. ഓരോ തീരുമാനങ്ങളും തെറ്റായി പോകുന്നു. അതുകൊണ്ട് പലയിടത്തും പല അപാകതകൾ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം അത് മനസ്സിലാക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പാർട്ടിക്ക് നിലപാടുകൾ വേണ്ടേ? എല്ലാവരും അവരിപ്പോൾ പാർട്ടി സ്വീകരിക്കണം, അവരുടെ വേറെ ബോട്ട്സ് കൂടി ഇത് പഠിക്കണ്ടേ, എന്നിട്ട് വേണ്ടേ സ്വീകരിക്കാൻ? അല്ലെങ്കിൽ എന്താവും? ഒരു ഏരിയയിൽ ഇന്നലെ വരെ പാർട്ടിയെ ദ്രോഹിച്ച ഒരു വ്യക്തി കയറി വരുമ്പോൾ അവിടെ അതിനുവേണ്ടി വിഷമിച്ച് അതിനനുഭവിച്ച പ്രവർത്തകർ ശബ്ദരാവും, ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഇങ്ങനെ പല ഏരിയയിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിനെ ഇളക്കി മറിച്ചൊരു സംഭവമാണ് കുഴൽപ്പണ വിവാദം. വീണ്ടും താങ്കൾ അതിലേക്ക് വരുമോ? അല്ല, ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അതിൽ മാറാം. ആയിക്കോട്ടെ. അല്ലേ, കേരളത്തിൽ കെ സുരേന്ദ്രന്റെ എത്രമാത്രം പങ്കാളിത്തം അദ്ദേഹത്തിനുണ്ട്? അല്ല, അദ്ദേഹമല്ലേ ഇന്നൊന്ന് സംസ്ഥാന പ്രസിഡന്റ്. അപ്പൊ പിന്നെ പങ്കാളിത്തം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉത്തരം പറയേണ്ടി വരുമല്ലോ. ഇപ്പം ഈ കേരളത്തിലെ BJP ഇപ്രാവശ്യം 30 സീറ്റ് പിടിച്ചെടുക്കുന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇത് കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ 30 സീറ്റ് പിടിക്കുന്നു, കിട്ടിയാൽ ഭരിക്കാമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? 30 സീറ്റ് കിട്ടിയാൽ ഭരിക്കാമായിരിക്കും ചെയ്യുമെന്ന് പറഞ്ഞു സുരേന്ദ്രൻ. അത് തന്നെയല്ലേ ഇപ്പോഴും പറയുന്നത്. അത് വെച്ച് കച്ചവടം നടന്നു എന്ന് കൂടി വിവരം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്കറിയില്ല. അത് തന്നെ എപ്പോഴും പറയുന്നു. പക്ഷെ ഇതിനു വേണ്ടി എന്ത് ചെയ്തു, എന്ത് പ്രൊജക്റ്റാണുള്ളത്? സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾ വോട്ട് ചേർക്കുകയും വ്യക്തമായിട്ട് ഡോർ ടു ഡോർ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇപ്പം ഈ അസംബ്ലി ഇലക്ഷനിൽ എനിക്കറിയാം
തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ ഞാൻ ബാക്കി വിടൂ കേരളത്തിൽ, തൃശ്ശൂർ അസംബ്ലി മണ്ഡലം ജയിക്കുന്നുള്ള പറഞ്ഞു, ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ. അവിടെ നിങ്ങൾ എന്ത് ചെയ്തു? എത്രത്തോളം നിങ്ങൾ പ്രവർത്തിച്ചു? ഒരു വിജയിക്കാൻ വേണ്ട പ്രവർത്തനവും സാധാരണ ഇലക്ഷൻ നിൽക്കുന്ന പ്രവർത്തനവും രണ്ടാണ്. വിജയിക്കാൻ വേണ്ട പ്രവർത്തനത്തിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്തു? ഒരു ചുമരെഴുതുന്നതും ഇലക്ഷൻ ഓഫീസ് തുറക്കുന്നതല്ല ഇലക്ഷൻ പ്രവർത്തനം. ഈ നേരത്തെ പറഞ്ഞല്ലോ ശോഭാ സുരേന്ദ്രൻ, ഈ ശോഭാ സുരേന്ദ്രനോട് ഈ നേതാക്കന്മാർക്ക് ഇത്രമാത്രം വിരോധത്തിന്റെ കാരണം ജലസി. ചെറിയ ഉത്തരല്ലേ ജലസി. അവര് ഒരിക്കൽ വർക്ക് ചെയ്ത ഒരു മണ്ഡലം പിന്നീട് അവർക്ക് കൊടുക്കാതെ അവിടുന്ന് വെട്ടിമാറ്റുന്നതിന് കാരണം അവരവിടെ ജയിക്കും. അവർ ജയിക്കാൻ പാടില്ല. അവരെങ്ങനെയാണ് എത്ര ഉന്നതിയിലേക്ക് പോവുക? അവരായിരുന്നല്ലോ കഴിഞ്ഞ വർഷം സംസ്ഥാന പ്രസിഡന്റ് ആവും എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഭയങ്കര പ്രചരണം അതൊന്നും അങ്ങനെ ആക്കില്ലല്ലോ, അങ്ങനെ ആക്കാൻ സമ്മതിക്കില്ലല്ലോ, അതൊന്നും സമ്മതിക്കില്ല. കാരണം വെച്ചാൽ അവരുടെ ഒന്നാമത് അവരെ ഇവർ അംഗീകരിക്കുന്നില്ല പലരും, അതാണ് പ്രശ്നം. അംഗീകാരം വലിയൊരു വിഷയമാണ്. പിന്നെ അവർക്കൊരു വേറൊരു ഇതുണ്ട്, അവരാരെയും കൂസൊന്നുമില്ല. അതുകൊണ്ട് ചെറിയൊരിതിൽ അവർക്ക് ശരി തോന്നുന്ന വഴി കൂടെ അവർ പോകും. എൻ വഴി തനി വഴി എന്ന് പറയുന്ന രൂപത്തിലാണ് അവരുടെ പോക്ക്. അതും ആവാം, കുറേയൊക്കെ അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് എന്നെയും അടുത്താണെങ്കിലും അതൊക്കെ ആയിരിക്കാം സംഘടനയ്ക്ക് അധീനമായിട്ട് നിൽക്കില്ല എന്നുള്ള ചിന്തകളായിരിക്കാം, അറിയില്ല. ഈ 2009 പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ താങ്കൾ അന്ന് മുതൽ പാർട്ടിയുമായിട്ട് ഉള്ളിൽ അതിൻ്റെ പ്രവർത്തകരുമായി അഭേദ്യമായ അടുത്ത ബന്ധമുണ്ട്. കേരളത്തിൽ എവിടെ വിചാരിച്ച് ഏത് മണ്ഡലത്തിലാണെങ്കിലും താങ്കൾക്ക് നല്ല സ്വാധീനമുണ്ട്. കാരണം താങ്കൾ CKPയുടെയും അതേപോലെ മുകുന്ദേട്ടനെയും കൂടിയൊക്കെ വർക്ക് ചെയ്ത് പാർട്ടിയുടെ അടിത്തറയിലുള്ള ആളുകളായിട്ട് അടുത്ത ബന്ധമുണ്ട്. താങ്കൾ ഇങ്ങനെ ഒരു പാർട്ടിയിലേക്ക് വരുമ്പോൾ സ്വതന്ത്രനായി നിൽക്കുമ്പോൾ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ജയവും പരാജയവും ഉണ്ടാക്കാൻ താങ്കൾ കഴിയുന്ന ഒരാളാണ്. അത് ഇത്തവണ എങ്ങനെയായിരിക്കും താങ്കളുടെ നിലപാട്? സ്വാഭാവികമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ പേര് പല മണ്ഡലങ്ങളിലും ഉണ്ടല്ലോ സ്റ്റേറ്റിൽ. അവരിലൊക്കെ ഈ സിറ്റുവേഷൻ അസംതൃപ്തി ഉളവാക്കുമല്ലോ. അത് BJPക്ക് ഗുണമല്ലല്ലോ, ദോഷമല്ലേ ചെയ്യുള്ളൂ. അത് കണ്ടറിയേണ്ട ആ നേതൃത്വമാണ്. ആ നേതൃത്വം ഇതെല്ലാം നിസ്സാര കാര്യം, ഇയാൾ കയറി 100 വോട്ട് പിടിക്കുമോ 1000 വോട്ട് പിടിക്കുമോ എന്നൊക്കെ ചോദ്യങ്ങളാണെങ്കിൽ അത്തരത്തിലുള്ള നേതൃത്വത്തിനോട് എനിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഒരു വിഷയം വരുമ്പോൾ അതിനെങ്ങനെയല്ലല്ലോ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഒരു ഓട്ടെങ്കിൽ ഒരു ഓട്ടം അത് വിലയേറിയ ഓട്ടമാണെന്ന് മനസ്സിലാക്കണം. ഓരോ ഓട്ടറും വിലയുള്ളതാണ്. അയാൾ 100 വോട്ട്, അയാൾ 1000 വോട്ട്, അയാൾ 10000 വോട്ട് എന്നൊക്കെ പറയുമ്പോൾ വോട്ടർമാർ ഇവർക്ക് വിലയില്ല എന്നർത്ഥം. അപ്പോൾ ആ വോട്ടർമാർ ഇലക്ഷൻ വരുമ്പോൾ പ്രതികരിച്ചോളൂ. ഈ കഴിഞ്ഞ ഇലക്ഷനിലെല്ലാം തന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, പിണറായി വിജയനുമായിട്ട് BJP ധാരണയിലാണ്, അവർ മറച്ചു വോട്ട് കുത്തി എന്ന് പറയുന്നത്. തൃശ്ശൂരിലാണെങ്കിലും അങ്ങനെ ഒരു ധാരണ വന്നു എന്നുള്ളതാണ്. സുരേഷ് ഗോപി അങ്ങനെ ഉണ്ടെന്ന് പറയപ്പെടുന്നു, ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എത്രമാത്രം ശരിയാണ്? അങ്ങനെയല്ല, ധാരാളം മാർക്സിസ്റ്റ് പാർട്ടി വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് സുരേഷ് ഗോപി, ഇല്ല എന്നും പറയില്ല. അല്ലാണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി അങ്ങനെ എത്ര ഭൂരിപക്ഷത്തിൽ 10,75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വരിക. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, ക്രിസ്ത്യനും കിട്ടിയിട്ടുണ്ട്, മുസ്ലിമും കിട്ടിയിട്ടുണ്ട്, കോൺഗ്രസ് വോട്ടുകളും കിട്ടിയിട്ടുണ്ട്. മനസ്സിലാക്കണം, മാർക്സിസ്റ്റ് പാർട്ടി അവരെ ഇടതുപക്ഷ കണക്ക് വെച്ചിട്ട് അവർ വോട്ട് കുറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പുതിയ വോട്ടർമാരവിടെ പോയി നമ്മൾ ചോദിക്കേണ്ടി വരും. അതേപോലെ വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് വിശ്വാസം. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ RSS CPMനെ വിജയിപ്പിക്കാൻ പ്ലാൻ ചെയ്തു. കോൺഗ്രസ് മുക്ത ഭാരതമായിരുന്നു അവരുടെ ലക്ഷ്യം. അതിപ്പോഴും അങ്ങനെ തന്നെയല്ലേ, മുക്ത ഭാരതം തന്നെയാണ് സ്ലോഗൻ. BJPയുടെ കോമൺ സ്ലോഗൻ കോൺഗ്രസ് മുക്ത ഭാരതം തന്നെയാണ്. ഇത്തവണ അന്തരീക്ഷം ഒരു സംഘടന എന്നുള്ള എനിക്ക് ഒരുക്കുമല്ലോ. ഇത്തവണയും LDFും BJPയും തമ്മിൽ ധാരണ ഉണ്ടാകുമെന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. ധാരണ വന്നാലും ധാരണ വിജയിക്കുമോ എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ CPMൻ്റെ ഭാഗത്തു നിന്നുള്ള ധാരാളം പ്രവർത്തികൾ BJPയിലെ ധാരാളം പ്രവർത്തകർക്ക് താല്പര്യമില്ല. അതായത് പിണറായി വിജയനെതിരെയുള്ള ലാവ്ലിൻ കേസ്, ലാവ്ലിൻ മാത്രമല്ല, ഇപ്പോൾ ഈ ശബരിമല കേസ് അതൊക്കെ, അതേപോലെ വടക്കാഞ്ചേരി, നമ്മൾ അവിടെയാണല്ലോ വടക്കാഞ്ചേരിയിലെ പ്രളയ ദുരിതാശ്വാസക്കുള്ള വീടുണ്ടാക്കാനുള്ള ഫണ്ട് തട്ടിപ്പ്, ലൈഫ് മിഷൻ തട്ടിപ്പ്, അതേപോലെയുള്ള റിവേഴ്സ് ഹവാല ഇടപാട്, അങ്ങനെ തുടങ്ങി നിരവധി കേസുകൾ. നയതന്ത്ര പാക്കേജിലൂടെ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞത് നമ്മുടെ നരേന്ദ്രമോദി തന്നെയാണ് തൃശ്ശൂർ വന്നിട്ട്. അതെ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ തൊടാതിരിക്കുന്നതിന്റെ രഹസ്യം എന്താണ്? ഈ ധാരണ തന്നെയല്ലേ
കേരളത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം, പിണറായി വിജയനെ നിലനിർത്തുക. അല്ല, അത് ഓപ്പണായിട്ട് BJP പറഞ്ഞിട്ടുണ്ടല്ലോ, കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത്. അതിൽ പിന്നെ സംശയങ്ങളുടെ ഒരു ലെവലേശം ലാഞ്ചന പോലും ആവശ്യമില്ല. അത് കേരളം ഉൾപ്പെടെയാണ്. ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും കേരളത്തെ കത്തിച്ച സംഭവമാണ് ശബരിമല വിവാദം. അത് ഹിന്ദു വിശ്വാസികൾ മാത്രമല്ല, എല്ലാ വിശ്വാസികളെയും ഭയങ്കരമായിട്ട് ഗവൺമെൻറ്റിനെതിരെ വലിയ തോതിൽ തിരിച്ചടി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് പുതിയ പുറത്തു വരുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള സമയത്ത് RSS ഈ പിണറായി വിജയനെ സപ്പോർട്ട് LDFനെ വിജയിപ്പിക്കണം എന്നുള്ള ധാരണയോടുകൂടി പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് അങ്ങയുടെ? സത്യസന്ധമായിട്ട് അങ്ങനെ ഒരു റൂമർ നടക്കുന്നുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ളതിലേക്ക് രാഷ്ട്രീയപരമായിട്ട് നീങ്ങിയിട്ടുണ്ടോ എന്നുള്ള കറക്റ്റ് ന്യൂസ് കിട്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെ റൂമർ അന്തരീക്ഷത്തിലുണ്ട്. അതേപോലെ തന്നെ റൂമറും ഉണ്ട്. താങ്കൾക്ക് അടുത്തിട്ടുള്ള വിവരങ്ങളെല്ലാം അറിയുന്നതാണ്. അറിയാം. പക്ഷേ അത് ഇലക്ഷൻ്റെ ഇത് വരുമ്പോഴേ അങ്ങനെ ഒരു അന്തരീക്ഷം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പം RSS അങ്ങനെ ചിന്തിക്കില്ല എന്നുള്ളതല്ല. BJPക്ക് കോൺഗ്രസ് മുക്ത ഭാരത് എന്നൊരു ചിന്തയുണ്ട്. അത് നടപ്പിലാക്കാൻ വേണ്ടി സംഘടനാപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അതായത് ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അടക്കം പിടിച്ച് അകത്താക്കിയ പാർട്ടി BJP ഇവിടെ എല്ലാ തരത്തിലും തെളിവുകൾ ഉണ്ടായിട്ട് പിണറായി വിജയൻ സംഘത്തെ തൊടാൻ പോലും ധൈര്യം കാണിക്കുന്നില്ല. അത് പൊതുജനത്തിനുള്ള ചോദ്യമാണ് ഇപ്പോൾ താങ്കൾ ചോദിക്കുന്നത്. അതെ, പൊതുജനത്തിന്റെ മുന്നിലുള്ള ചോദ്യമാണ്. മാത്രമല്ല അതിന്റെ ഡിഫാക്ടോ കംപ്ലൈന്റ് അതെ, ലാവലിംഗ് കേസ് പുറത്തു കൊണ്ടുവന്ന് ഫൈറ്റ് ചെയ്ത് എല്ലാ തെളിവുകളോടും പുറത്തു കൊണ്ടുവന്ന ആളാണ് ഞാൻ. അതെ, ജനങ്ങളുടെ ഇടയിൽ ആ സംശയം നിൽക്കുന്നുണ്ട് ഇപ്പോഴും. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത് ഉത്തരം പറയേണ്ടതാരാ? എന്നെപ്പോലും ഒരാളല്ലല്ലോ, ഞാനും ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്, സാധാരണ ജനം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ തെറ്റിദ്ധരിക്കുന്ന ഇത് എന്തോ ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇത് ഇടതുപക്ഷവുമായിട്ട് എന്തോ ഒരു ചെറിയ അവിഹിത ബന്ധമുണ്ടല്ലോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെയില്ല എന്ന് പറയാൻ സാധിക്കില്ല. തിരിച്ച് കേരളത്തിൽ BJP കൃത്യമായി CPMനെതിരെ പ്രവർത്തിക്കും, പിണറായി വിജയന് ഇതിൻ്റെ നിയമപരമായ നടപടികൾ എടുക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അത് ഗുണകരമാവില്ലായിരുന്നു BJP വളരാൻ? അത് ഗുണകരമാകുമായിരുന്നോ? നടപടികൾ എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് നിയമപരമായിട്ടുണ്ടെങ്കിൽ എടുക്കണമായിരുന്നു. എടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ CPMലെ പ്രമുഖരായ നേതാക്കന്മാരാണല്ലോ ഓരോ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വ്യക്തമായ തെളിവുകളാണല്ലോ പുറത്തു വന്നിട്ടുള്ളത്. നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കളക്കടത്തും കൊണ്ട് തുടങ്ങിയിട്ടുള്ള നിരവധി സംഭവങ്ങൾ. എന്തുകൊണ്ട് അതിനൊന്നും ഒരു നടപടി ഉണ്ടായില്ല? സത്യസന്ധമാണോ? അല്ല, സത്യസന്ധമായ രേഖകൾ പുറത്തു വന്നു. നരേന്ദ്രമോദി ഇവിടെ വന്ന് പ്രസംഗിച്ചു, അമിത്ഷാ വന്ന് പ്രസംഗിച്ചു, K. സുരേന്ദ്രൻ ഇവിടെ വന്ന് ഡിക്ലെയർ ചെയ്തു, പിണറായി വിജയനും അന്വേഷിച്ചു, NIA അന്വേഷിച്ചു. അല്ല, ഇവരൊന്നും തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല. വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമ്പോഴേ 164 സ്റ്റേറ്റ്മെന്റ് സ്വപ്നയിലുണ്ട്. അതിൽ കൃത്യമായി പിണറായി വിജയനെയും മകനെയും പേരുണ്ട്. എന്നിട്ട് പോലും അവരെ വിളിച്ചു വരുത്തി ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഇല്ലാത്ത സ്ഥലത്ത് അരവിന്ദ് കെജ്രിവാളിനെ ഇല്ലാത്ത കേസിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലാസ്റ്റ് വരുന്നത്. ഇതൊക്കെ തന്നെ ജനങ്ങളുടെ ഇടയിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും. ഇതേ ചോദ്യമാണ് അവരിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഉത്തരം പറയേണ്ടത് പാർട്ടി നേതൃത്വമാണ്. അവർക്ക് ഉത്തരമില്ല. ഇതിൽ BJP ഇവിടെ വളരാതിരിക്കുന്നതിന് ഒരു പ്രധാന കാരണമായി BJP വളരാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ആരാണെങ്കിലും മുഖം നോക്കാതെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമെങ്കിൽ BJPയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടും. അപ്പോൾ BJPക്ക് വളരാൻ വലിയ ഘടകമായി മാറും. ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾ സംശയങ്ങളായിട്ട് അന്തരീക്ഷത്തിൽ എന്തായാലും തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്ക് ഇടപാടുമായിട്ടുള്ള കാര്യത്തിൽ AC മൊയ്തീൻ്റെയും അതേപോലുള്ള ആളുകളുടെയൊക്കെ പേര് അന്വേഷണം നിന്നു. അവരെ ഒന്ന് തൊടാൻ പോലും ആവാതെ അവസാനം അവിടെ കരുവന്നൂർ ബാങ്ക് CPM ആണ് പ്രാവശ്യം വിജയിച്ചിരിക്കുന്നത്. അതെ, അത് കാരണം അവരുടെ മെമ്പർഷിപ്പ് കൊടുത്തിരിക്കുന്നത്, അവരെ മെമ്പർമാരാണ് കൂടുതൽ. ആ വിജയിച്ചതും കേസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ അർത്ഥം കേസ് ഇല്ല എന്നല്ല. അതെ, പക്ഷേ AC മൊയ്തീനെ വീട് റെയ്ഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ ബാങ്കിലെ ഡിപ്പോസിറ്റ് മരവിപ്പിച്ചുള്ളതാണ്. അത് പക്ഷെ അദ്ദേഹം പ്രതിയല്ല, അതിൻ്റെ തുടർ നടപടികളും ഒന്നുമില്ല. ഇല്ല, ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നു എന്നർത്ഥം. അതിപ്പോ തൃശ്ശൂർ മത്സരിക്കാൻ പോണ ആളാണ്. ആണ് എന്ന് പറയാൻ എനിക്ക് വ്യക്തമായ തെളിവുകൾ എൻ്റെ കയ്യിൽ ഉണ്ടാവണം. അല്ല, അങ്ങനെ സംഭവം അദ്ദേഹത്തിന്റെ വീട് ജനങ്ങളുടെ ഇടയിൽ സംസാരം സംശയമില്ല. അല്ല, മുഖ്യപ്രതി എന്ന് പറയുന്ന ഒരാളായിട്ട് വരുന്ന തെളിവുകൾ പുറത്തു വന്ന ഒരാളാണ് AC മൊയ്തീൻ. അതെ, BJP നേതാക്കന്മാരടക്കം വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. അതെ,
ഇവിടുന്ന് വിദേശത്തെ ഫണ്ട് കടത്തിയതും അടക്കമുള്ള കാര്യങ്ങളടക്കം അന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ രണ്ട് കാരണമാവാം. ഒന്ന്, ജനം സംശയിക്കുന്ന പോലെ ധാരണയുണ്ട് എന്നുള്ള രൂപത്തിലായിരിക്കാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോപണങ്ങൾ വ്യാജമാണ്, ഒരു തെളിവുമില്ല എന്ന് വിചാരിക്കണം. രണ്ടാണെങ്കിലും ദോഷം BJPക്കാണോ? BJP മാത്രമല്ലല്ലോ ആരോപണം ഉന്നയിച്ചത്. അല്ല, BJP ആണല്ലോ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിയുടെ ആളായിട്ട് ക്ഷീണം സുരേഷ് ഗോപിയുടെ അടക്കം. അന്ന് സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് ഏറ്റവും വലിയ ഘടകമായിരുന്നല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. അതെ, അത് ക്ഷീണം വരും, സംശയമൊന്നുമില്ല. അത്തരത്തിൽ പല കാരണങ്ങളും കൂടുമ്പോഴാണ് ക്ഷീണം കൂടുക. എന്തായാലും താങ്കൾ അടുത്ത 15-ാം തീയതി തൃശ്ശൂർ വലിയൊരു മീറ്റിംഗ് നടത്തി താങ്കൾ സ്ഥാനാർത്ഥിയാണെന്ന് ഡിക്ലെയർ ചെയ്യാൻ പോകണോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അതിൻ്റെ അടുത്ത 15-ാം തീയതി ടൗൺ ഹാളിൽ, തൃശ്ശൂർ ടൗൺ ഹാളിൽ തൃശ്ശൂർ അസംബ്ലി ഇലക്ഷൻ കൺവെൻഷൻ വിളിച്ചു കൂട്ടുന്നു. അതിൽ വെച്ചിട്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പ്രചരണം സ്റ്റാർട്ട് ചെയ്യാനാണ്. ആ സമയത്താകുമ്പോഴേക്കും ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് 15-ാം തീയതി വിളിക്കാൻ കാരണം. താങ്കൾ ഏതെങ്കിലും പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ടാണോ, അല്ലെങ്കിൽ പുതിയ പാർട്ടി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര സാമ്പത്തിക ചിലവുണ്ടാവണമല്ലോ. ഇതിനു മുമ്പ് DPS എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ, ഒരു ഫോറം, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ എവിടെയും പോകാതിരിക്കാൻ ഒരു ഫോറം ഉണ്ടാക്കി. അന്നത്തെ എനിക്ക് അറിയാം, സാഹചര്യം അറിയാം, ഭയങ്കര സാമ്പത്തിക ഭാരം വരുന്നൊരു പ്രോഗ്രാമാണത്. അതുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കാനും മൂവ് ചെയ്യാനൊന്നും ആഗ്രഹമില്ല. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അത്യാവശ്യം സ്വാധീനമുള്ള ഒരു നേതാവാണ് താങ്കൾ. താങ്കളുടെ കൂടെ തന്നെ BJPയിലെ പല പ്രമുഖരായ നേതാക്കന്മാരും ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രമാത്രം മറ്റു മണ്ഡലങ്ങളിൽ ഇത് സ്വാധീനം ഉണ്ടാക്കും? തരക്കേടില്ലാത്ത സ്വാധീനം മറ്റുള്ള മണ്ഡലങ്ങളിൽ ഉണ്ടാക്കും. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി, ഏത് മുന്നണിയുമായി ധാരണ? ഒന്നും ആരും വന്നിട്ടില്ല, ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഒന്നും ആരും സമീപിച്ചിട്ടില്ല. രണ്ടാമത് അങ്ങനെ ഒരു സംസാരം നടന്നിട്ടില്ല. അങ്ങനെ ഒരു താല്പര്യവും ഇല്ല എന്നുള്ളതാണോ? അങ്ങനെ താല്പര്യമില്ല എന്നല്ല, അങ്ങനെ ഇതേവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും താങ്കൾ ഒരു നിർണായക ശക്തിയായിട്ടായിരിക്കും തൃശ്ശൂരിൽ മത്സരിക്കുക. അതോടൊപ്പം കേരളത്തിൽ വലിയ ചലനങ്ങളും ഉണ്ടാക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അത് കേരളത്തിൽ ഏത് മുന്നണിയെയായിരിക്കും ബാധിക്കുക ശരിക്കും? അതിപ്പോൾ NDA സ്വാഭാവികമായിട്ടും കുറച്ച് NDA അല്ലേ ബാധിക്കുക. എന്നുവെച്ചാൽ അതിൽ നിന്നൊന്ന് അതിൽ പ്രവർത്തിച്ചവരും അതിൽ വിശ്വസിക്കുന്നവരല്ലേ കൂടുതൽ നമ്മുടെ കൂടെ നിൽക്കുന്നത്. അല്ലാണ്ട് CPMലോ കോൺഗ്രസിലോ നിൽക്കുന്നവരല്ലല്ലോ. എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ BJP കരപിടിക്കാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് താങ്കൾ മത്സരിക്കാൻ പോകുന്നത്. അത് കേരളത്തിൽ BJPക്ക് വലിയ തിരിച്ചടി കിട്ടും എന്നുള്ള വിലയിരുത്തലാണ് പുറമേ നിന്ന് വരുന്ന കാര്യങ്ങൾ. എന്തായാലും താങ്കൾ ഇലക്ഷൻ വിജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം.